ഹായ് ഫ്രണ്ട്സ്, ഞങ്ങള് ഇന്നലെ മൂകാംബിയും ഇന്ന് മുരുടേശ്വരം സന്ദർശിച്ച് നല്ല ഒരു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഞങ്ങൾ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോ പയ്യന്തൂർ വഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു മണിക്കൂറുടെ കഴിയുമ്പോൾ ഞങ്ങള് ഉടുപ്പിയിൽ എത്തിച്ചേരുന്നതാണ്. യാത്രാമധ്യേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെടുന്നതാണ്. മറവന്തി ബീച്ച് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരയുള്ള കടലെന്ന് തോന്നുന്നു കേട്ടോ. ഉച്ച സമയത്ത് യാത്രക്കാർ കുറവാണ്. മഴ പെയ്ത് കടല് ശോഭിച്ചിരിക്കുകയാണ്. ഒരു സൈഡ് കായല്, മറു സൈഡ് കടല്. നമ്മളെ കൊല്ലം പരവൂരെ പോലത്തെ കടലും കായലും മിക്സായി കിടക്കുകയാണ്. മഴയെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ചൂട് കാലാവസ്ഥയാണ്. ഇപ്പം മുരുടേശ്വരിലും അധികം ചൂടില്ലായിരുന്നു, എങ്കിലും മഴയും കുറവായിരുന്നു. ഉടുപ്പി ജില്ലയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു റിവർ വന്നു, അല്ലാടി റിവർ. ധാരാളം തെങ്ങ് കൃഷിയും ഈ അല്ലാടി റിവറിന്റെ സമീപത്തായിട്ടുണ്ട്. മീൻ പിടിക്കുന്ന കൊച്ചു കൊച്ചു കാഴ്ചകളും നമുക്ക് കാണാം. ഒരുപാട് വലിയ വലിയ പുഴകളുണ്ട്. കൊല്ലൂർ റിവറാണിത്, കൊല്ലൂർ റിവർ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഐലൻഡ് പോലെ ഒരു സ്ഥലം കാണുന്നുണ്ട്. അതിനിടയ്ക്ക് ആരോ താമസിക്കുന്നുണ്ട്. ഒരു വീടും ഉണ്ട് അവിടെ, മഞ്ഞ കളർ പെയിന്റ് അടിച്ചൊരു വീട്. കർണാടകയിലും തെങ്ങ് കൃഷി ധാരാളമുണ്ട്. നമ്മളെ കേരളത്തിലേക്കാൾ നാരികളൊക്കെ ധാരാളം ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്തത്. വീട്ടിൽ ഒരു റിവർ വന്നു, ഒരു തുരുത്ത് പോലെ. നമ്മളെ പൊന്നും തുരുത്ത്, കേരളത്തിലെ നമ്മളെ സാമ്പ്രാണിക്കുടിയും അല്ലെങ്കിൽ പൊന്നും തുരുത്ത് പോലുള്ള ഒരു തുരുത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സർവീസ് റോഡിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ കുന്താപുരയിലെത്തി. ഇവിടെ ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി മുമ്പോട്ടുള്ള യാത്ര. കുന്താപുര ഫ്ലൈ ഓവറായി.
ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുന്താപുരം ഇറങ്ങി ശിവപ്രസാദ് എന്നുള്ള പ്യൂർ വെജ് ഹോട്ടലിലേക്കാണ് ഞങ്ങൾ കയറാൻ പോണത്. ഞങ്ങൾ ഹോട്ടൽ ശിവപ്രസാദിലെത്തി. പ്യൂർ വെജ് ഹോട്ടലാണ്. നിങ്ങളെ കൂടെ ഉള്ളവരാണ് ഇവരെല്ലാം. ഫുഡ് കഴിക്കുകയാണ്. അപ്പോ ഫുഡെല്ലാം എങ്ങനെയുണ്ട് മോളെ? ഫുഡൊക്കെ ഫുഡ് കൊള്ളാം. നല്ല സൂപ്പർ ഫുഡ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് ലേറ്റ് ആയെങ്കിലും കുഴപ്പമില്ല, അടിപൊളി ഫുഡ്. നല്ല അടിപൊളി ചോറ്, ചപ്പാത്തി, അത് കഴിഞ്ഞൊരു പപ്പടമുണ്ട്, പിന്നെ ഒരു വെജ് കറി, സലാഡ്, രസം, മോര്, എല്ലാം നല്ല ഫുഡാണ്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഒന്നും പറയുന്നില്ല. അങ്ങനെ ആരെങ്ങനെയുണ്ട്? കഴിച്ചു തുടങ്ങി. നിങ്ങൾ കഴിക്കാതെ പറയാത് സൂപ്പറെന്ന് കേട്ടോ. കൊള്ളാമോ? ഫുഡൊക്കെ ഏകദേശം നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത്. ഇനി രണ്ടുപേരും കൂടെ ഫുഡ് വരാറുണ്ട്, അതിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നല്ല ഫുഡാണ്. ഇതാണ് ഇതിന്റെ സ്റ്റാഫുകൾ. നല്ല ഹോട്ടൽ, നല്ല റെസ്റ്റോറന്റ് എല്ലാം ഓക്കെയാണ്. ഞങ്ങളിനി ആരോ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ആ വഴിയിലായിരിക്കുകയാണ്. ഉടുപ്പി ഒരു വലിയൊരു സിറ്റിയാണ്. നമ്മളെ കേരളത്തിൽ നിന്നും ധാരാളം കുട്ടികൾ ഇവിടെ വന്ന് വിദ്യാഭ്യാസത്തിനായിട്ട് ഈ ഉടുപ്പിയെ ആശ്രയിച്ച് പലവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉടുപ്പിയിലുണ്ട്. നമ്മളെ കേരള സ്റ്റേറ്റിന്റെ ഒരു സൂപ്പർ ഡീലക്സ് ബസ് ഇവിടെ ടേൺ ചെയ്ത് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ ട്രെയിനാണ്. അതെ 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 അവിടെ കിടന്നേണ്. അതെ അവിടെ കിടന്നേണ്. അത് തന്നെ അത് തന്നെ. അത് സ്പെഷ്യൽ ട്രെയിനാണ്. അല്ല, സ്പെഷ്യൽ ബസ്സാണ്. സോറി. ഞങ്ങൾ ടേൺ ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. നല്ല രസമുള്ളൊരു സിറ്റിയാണ് ഉടുപ്പി. നമ്മളെ ഡ്രൈവർ ബൈ സന്തോഷ് നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തെത്താറായി. നല്ല ഒരു യാത്രയായിരുന്നു ഇതുവരെ. മൂകാംബിക മുരുടേശ്വർ വഴി നേരെ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ഉടുപ്പിയിലേക്ക് ഇനി കുറച്ച് ദൂരമേ ഉള്ളു. ഇവിടെ ഞങ്ങൾക്ക് ഒരു ദർശനമൊക്കെ നടത്തി ഒരു 4 മണിക്ക് ഇറങ്ങണം. കാരണം നമ്മളെ ട്രെയിൻ 6 മണിക്കാണ്. മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. മാംഗ്ലൂര് 57 കിലോമീറ്ററാണ് കാണിക്കുന്നത്. മാംഗ്ലൂർ. ഇതാണ് ഉടുപ്പി ടൈം സ്ക്വയർ മാൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരാൻ നേരത്ത് ഇവിടെ വന്നിരുന്നു. നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി. ഇവിടെ ഇനിയിപ്പോ ഞങ്ങൾ പാർക്കിങ്ങില് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ദർശനത്തിന് വേണ്ടി പോവുകയാണ്. നല്ല തിരക്കുള്ള ദിവസമാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമല്ലേ.
ഒരുപാട് ഭക്തജനങ്ങൾ, കൂടുതലും മലയാളികളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പം മണി 3 മണിയായി. ഞങ്ങൾ 1 മണിക്കൂർ ഇവിടെ ദർശനം നടത്തിയിട്ട് 4 മണിക്ക് ഇവിടുന്ന് പോകാനുള്ള പ്ലാനാണ്. എല്ലാവരും യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കൂടെയുള്ള സംഘാടകർ. എല്ലാവരും വന്നപ്പം നല്ല ഇതായിരുന്നു, സ്മാർട്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇരുന്ന് ഉറങ്ങി ഒരു പരുവായി കേട്ടാ. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നല്ല തിരക്കുണ്ട്. വന്നപ്പോഴേ വണ്ടി ഇരുന്നപ്പോഴേ കണ്ടായിരുന്നു നല്ല തിരക്കുള്ളതായിട്ട്. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കവാടമാണിത്. ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമം പഞ്ചദശോധ്യായ ശ്രീകൃഷ്ണാർപ്പണമസ്തു. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ കോവിലിന്റെ പ്രവേശന കവാടം ഞങ്ങൾ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് മൊബൈൽ അലൗഡ് ആണോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ചോദിക്കാം. കോവിലിന്റെ അകത്തോട്ട് പോവുകയാണ് ഞങ്ങൾ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഉടുപ്പിയിലുള്ള ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉണ്ണി തീർത്ത കുളമാണിത്. മഴയൊക്കെ പെയ്ത്, അല്ലെങ്കിൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഈ ഒരു ഭാഗം വെള്ളത്തിൽ തന്നെയായിരിക്കും എപ്പോഴും. ഇത് ക്ഷേത്രക്കുളത്തിന്റെ മറ്റൊരു വ്യൂ ആണ്. അതിന്റെ കിഴക്ക് ഭാഗം. വിഗ്രഹങ്ങളുടെ ഒരു കലവറയായിരുന്നു. ഇത്ര മനോഹരമായ രീതിയിൽ നടരാജ വിഗ്രഹങ്ങൾ, ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഭംഗിയായി തീർത്തു വെച്ചിരിക്കുകയാണ്. എല്ലാ വിഗ്രഹങ്ങളും ഒരുമിച്ച് ഒരു കൂട്ടായിരിക്കുന്നതാണ് കണ്ണിനെ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മനം കുളിർക്കുന്ന രീതിയിലുള്ള വിഗ്രഹങ്ങളാണ്. ക്ഷേത്രത്തിനകത്തുള്ള ഭക്തിസാന്ദ്രമായിട്ടുള്ള, ഭക്തിയുടെ നിറവിലുള്ള കച്ചവട സാമഗ്രികളാണ്. ഞങ്ങള് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉടുപ്പിയിലെ ദർശനവും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് മാംഗ്ലൂരിലേക്ക്. ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വാഹനത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്.
ഇടയ്ക്ക് വീണ്ടും ഇവിടെ മഴ പെയ്തായിരുന്നു. ഞങ്ങള് ക്ഷേത്രത്തിൽ നിന്ന സമയത്ത് വീണ്ടും ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു. ഇപ്പൊ വീണ്ടും മഴ ശമിച്ചു. ഇനി കേരളത്തിൽ എന്താണ് സ്ഥിതി എന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും 6 മണിക്ക് ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറി തിരിച്ച് ഞങ്ങളുടെ സ്വന്തം നാടായ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ പരവൂരേക്ക് എത്തുകയാണ്. ബാംഗ്ലൂർ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ആകാറായി. ഇനി കുറച്ചുകൂടെ ഉള്ള ഞങ്ങള് 2 ദിവസം യാത്രയും കഴിഞ്ഞ് മടങ്ങി തിരിച്ച് മംഗലാപുരത്ത് എത്തിയിട്ടുണ്ട്. എത്താറായി വരുന്നു. ഞങ്ങളിപ്പം ബാംഗ്ലൂർ സെൻട്രലിലെത്തി. ബാംഗ്ലൂർ യാത്രയെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. ഇവിടെയും നല്ല മഴയുള്ള ലക്ഷണമാണ്. മൂന്ന് ദിവസത്തെ യാത്ര എല്ലാം കഴിഞ്ഞ് ഇവിടെ തിരിച്ച് പരൂരിൽ തന്നെ എത്തി. വെള്ളിയാഴ്ച രാത്രി 8:30ക്കാണ് ഇവിടുന്ന് പോയത്. തിങ്കളാഴ്ച രാവിലെ ഇവിടെ എത്തി. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.